കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. എന്യൂമറേഷൻ ഫോം 18 വരെ സ്വീകരിക്കും. കരട് പട്ടിക 23-ന് പുറത്തിറക്കും. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പൂർത്തിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. രാവിലെ 11-ന് തിരുവനന്തപുരത്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം ചേരുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി കണ്ടെത്തൽ. ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് വിഭാഗം. SIR-മായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഇടയിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നുള്ളൊരു സന്ദേശമാണ്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഫോൺ നമ്പർ ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. ഈ ഫോമിൽ സബ്മിഷൻ ചെയ്യാനുള്ള ഫോമുകളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ആധാർ കാർഡ് നമ്പർ ഇല്ലെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും ഫോം ഒപ്പിട്ട് BLOമാരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കണ്ണൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. കതിരൂർ സ്വദേശി അൻഷലിന്റെ മകൻ മാർവാനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് അംഗനവാടിയിൽ നിന്ന് വീട്ടിലെത്തി തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു കുടുംബ വീടിനോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ ബോധരഹിതനായി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.